Today we are going to discuss unit number 2, magnetic effect of electric current. Magnetic effect. Magnetic effect of electric current. ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഹീറ്റിംഗ് എഫക്റ്റാണ് പഠിച്ചത്. ഹീറ്റിംഗ് എഫക്റ്റും അത് ഫലമായി ഉണ്ടാകുന്ന ലൈറ്റിംഗ് എഫക്റ്റ്. അപ്പം നമ്മൾ അവിടെ പറഞ്ഞു റെസിസ്റ്റർ കോയിലുണ്ട്. ഒരു റെസിസ്റ്ററിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ അത് ചൂടാകും. പിന്നെ സം കേസിൽ അതിൻ്റെ ആപ്ലിക്കേഷനായിട്ട് നമ്മൾ അതിൻ്റെ ലൈറ്റിംഗ് എഫക്റ്റും പറയും. ഹിയർ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ മാഗ്നറ്റിക് എഫക്റ്റ്. ഇപ്പം മാഗ്നറ്റിക് എഫക്റ്റ് മൂലം വർക്ക് ചെയ്യുന്ന ഒന്ന് രണ്ട് ഉപകരണങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞുതരാം. മാഗ്നറ്റിക് എഫക്റ്റ് ഉപയോഗിക്കുന്നവ. അപ്പം മുമ്പേ നമ്മൾ അവിടെ നേരത്തെ ഇപ്പം ഒരു എക്സാമ്പിൾ ചോദിച്ചിട്ട് എന്നാ പറഞ്ഞേ, ഹീറ്റർ അല്ലെങ്കിൽ സോൾഡറിങ് അയൺ, അത് ഹീറ്റിംഗ് എഫക്റ്റാണ്. പക്ഷേ മെക്കാനിക്കൽ ഇപ്പം ഒരു ഫാനിൻ്റെ കേസ്, ഒരു റൊട്ടേറ്റിംഗ്, നമ്മളവിടെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ മിക്സിയുടെ എഫക്റ്റ്, ഒരു ജനറേറ്ററിൻ്റെ കേസ്, നിങ്ങൾ കേൾക്കാൻ പോകും നമ്മൾ സോളിനോയിഡ്, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന ഫാന്, മിക്സി, ജനറേറ്റർ, സോളിനോയിഡ് എക്സാമ്പിൾ. ഓർ മോട്ടർ, കറണ്ട് മോട്ടർ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കറണ്ടിൻ്റെ മാഗ്നറ്റിക് എഫക്റ്റ് മൂലമാണ് വർക്ക് ചെയ്തത്. അപ്പം നമ്മളുടെ പേജ് നമ്പർ 33 ഒരു ഫാൻ അഴിച്ചു വെച്ചേക്കുന്നതും ഒരു മോട്ടർ അഴിച്ചു വെച്ചേക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ബോയ് ആ ഗേളിനോട് ചോദിക്കുകയാണ്, എന്തിനാണ് ഇതിനകത്ത് ഇത്രയും ലാർജ് നമ്പർ ഓഫ് കോയിൽ കൊടുത്തിരിക്കുന്നത്? അപ്പോൾ പെൺകുട്ടി വളരെ കൃത്യമായിട്ടൊരു ഉത്തരം പറയുന്നു, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാനാണ്. അപ്പം എനിക്ക് തോന്നുന്നു മാഗ്നറ്റ് നിങ്ങൾ ശരിക്കും ഒരെണ്ണം കണ്ടിട്ടുണ്ട് അല്ലേ? ബാർ മാഗ്നറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കുറച്ച് കൃത്യമായിട്ട് വരയ്ക്കാം. ഇങ്ങനെ ബാർ മാഗ്നറ്റ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സൈഡിൽ നോർത്ത് പോളും ഒരു സൈഡിൽ സൗത്ത് പോളും. സോ ദ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ സ്റ്റാർട്ടഡ് ഫ്രം ദ നോർത്ത് പോൾ ആൻഡ് എൻഡ്സ് ഇൻ ദ സൗത്ത് പോൾ, പുറത്തോടെ. പക്ഷെ ഇതൊരു ക്ലോസ്ഡ് ലൂപ്പാണ് ഉണ്ടാക്കുന്നത്. അകത്തോടെ ഇത് കടന്നു വന്ന് ഇവിടെ വന്ന് മുട്ടും. അകത്തോടെ ഇവിടുന്ന് എങ്ങോട്ടാണ്? ഇറ്റ് മൂവ്സ് ഫ്രം സൗത്ത് ടു നോർത്ത് ഇൻസൈഡ് ദ മാഗ്നറ്റ് ആൻഡ് നോർത്ത് ടു സൗത്ത് ഔട്ട്സൈഡ് ദ മാഗ്നറ്റ്. അപ്പൊ നമുക്ക് ഇങ്ങനെ പല പല ഫീൽഡ് ലൈൻസ് ഇങ്ങനെ വരയ്ക്കാം. ഇവിടെ നിന്ന് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ എല്ലാം നോർത്തിൽ നിന്ന് തുടങ്ങണം. അപ്പൊ നോർത്തിൽ നിന്നുള്ളതിൻ്റെ എല്ലാം ആരോ ഔട്ട്വേർഡ് ഡയറക്ഷനും, സൗത്തിലേക്ക് വരുന്നതിൻ്റെ ഒരെണ്ണം കൂട്ടിമുട്ടും ചെയ്യില്ല കേട്ടോ. സൗത്തിലേക്ക് വരുന്നതിൻ്റെ ആരോ എല്ലാം ഇൻവേർഡ് ഡയറക്ഷൻ. സോ ആക്ച്വലി ദിസ് ഈസ് എ പെർമനന്റ് മാഗ്നറ്റ്. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇറ്റ് ഈസ് എ പെർമനന്റ് മാഗ്നറ്റ്. അപ്പൊ പെൺകുട്ടി അവിടെ പറഞ്ഞത് ആ മാഗ്നറ്റിന്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാന്ന് പറഞ്ഞു. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റ്. എനിക്ക് തോന്നുന്നു നിങ്ങൾ എക്സാമ്പിൾ അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മളൊരു കമ്പിച്ചുരുളിലൂടെ, ഒരു കമ്പിച്ചുരുൾ ഇപ്പം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ കമ്പിച്ചുരുളിലൂടെ ഒരു കറണ്ട് കടത്തി വിടുമ്പം ആ കമ്പിച്ചുരുളിലൂടെ കറണ്ട് ഇങ്ങനെ കടന്നു പോകുന്നതിൻ്റെ ഫലമായിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇതിന് ചുറ്റും ഉണ്ടാവും. അതും ഇതുപോലെ തന്നെ ക്ലോസ്ഡ് ലൂപ്പ്. ഇത് നോർത്ത് പോൾ ആണെങ്കിൽ, ഇത് സൗത്ത് പോൾ ആണെങ്കിൽ
നോർത്ത് ടു സൗത്ത് ആയിരിക്കും എപ്പോഴും ഡയറക്ഷൻ. ഇലക്ട്രോ മാഗ്നറ്റിന്റെ കേസ് ആയാലും അതും ഇങ്ങനെ ക്ലോസ്ഡ് ലൂപ്പുകളാണ് ഉണ്ടാക്കുന്നത്. സോ മാഗ്നറ്റ് ശരിക്കും രണ്ട് തരമുണ്ട്. ഒന്ന് പെർമനന്റ് മാഗ്നറ്റ്, രണ്ടാമത്തത് ഇലക്ട്രോ മാഗ്നറ്റ്. ഇൻ ഇലക്ട്രോ മാഗ്നറ്റ്, when current passes through a circular coil, a magnetic field, MF ഞാൻ എഴുതുവാണ്, magnetic field is generated around it. ഇപ്പൊ നോക്കിയേ, ഇവിടെ നമുക്ക് ഇതിനെ എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യാം? ഈ കമ്പിച്ചുരുളിന്റെ എണ്ണം കൂട്ടിയാൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ അളവ് കൂട്ടും. അതാണ് കുട്ടി പറഞ്ഞത്. സോ ഹൗ ക്യാൻ ബി increase the strength of the magnet? Strength of the magnet can be increased by increase the number of coils. അതുപോലെ തന്നെ ഇതിനകത്തോടെ ഒഴുകുന്ന കറണ്ടിന്റെ അളവ് വർദ്ധിപ്പിച്ചാലും കൂടുമല്ലോ. സോ വി ക്യാൻ ഓൾസോ ഇൻക്രീസ് ദ കറണ്ട് ദാറ്റ് ഫ്ലോ ത്രൂ ദ കണ്ടക്ടർ. അപ്പം നമുക്ക് പെർമനന്റ് മാഗ്നറ്റ് കൊണ്ട്, ഇത് ശരിക്കും എന്ന് പറഞ്ഞാൽ ഒരു മെറ്റീരിയൽ മണ്ണിൽ നമ്മൾ കുഴിച്ചെടുക്കുന്നത്, അതിനെ കട്ട് ചെയ്ത് ആ ഷേപ്പിലാക്കുന്ന പെർമനന്റ് മാഗ്നറ്റ് ഓർ ബാർ മാഗ്നറ്റ് എന്ന് പറയും അല്ലേ. അപ്പം ഇതിനൊരു ഫിക്സഡ് സ്ട്രെങ്ത്. അതുപോലെ തന്നെ ഈ നോർത്ത് പോൾ ഇതാണെങ്കിൽ ഇത് സൗത്ത് പോൾ ആയിരിക്കും. ഇതൊന്ന് പൊട്ടിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഇത് നോർത്ത് പോൾ, ഇത് സൗത്ത് പോൾ ആകും. സോ ഫിക്സഡ് പോളും ആയിരിക്കും. പക്ഷെ ഇവിടെ എങ്ങനെയാന്ന് ചോദിച്ചാൽ, ശരിക്കും പറഞ്ഞാൽ ഒരു എളുപ്പവിധി ഞാൻ പറയാം. എന്നെ എഴുതി ഇങ്ങനെ തീർന്നു കഴിയുമ്പോൾ അത് ഇങ്ങനെ വരയ്ക്കും. കറണ്ട് ആന്റി ക്ലോക്ക് വൈസിലാണ് കറങ്ങുന്നതെങ്കിൽ അത് നോർത്ത് പോളും, കറണ്ട് ക്ലോക്ക് വൈസിലാണ് ഒരു സർക്കുലർ കോയിലേക്ക് പോകണമെങ്കിൽ അത് സൗത്ത് പോളും ആയിരിക്കും. അപ്പം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ മാഗ്നറ്റിന്റെ സ്ട്രെങ്ത് മാറ്റാം, മാഗ്നറ്റിന്റെ പോള് മാറ്റാം, അല്ലെ ഡയറക്ഷൻ ഓഫ് പോള് മാറ്റാം. സോ വി ക്യാൻ ചേഞ്ച് the strength and also we can change the polarity. Polarity എന്ന് പറഞ്ഞാൽ പോൾസ് തന്നെ കേട്ടോ. Polarity of the magnet. So that is the first heading, electromagnet and permanent magnet, or permanent magnet and electromagnet. പെർമനന്റ് മാഗ്നറ്റിന്റെ കാര്യം നമ്മളിപ്പോൾ പറഞ്ഞു. അതൊരു ബാർ മാഗ്നറ്റിന് ഇക്വലന്റ് ആണ്. വൺ സൈഡ് നോർത്തും വൺ സൈഡ് സൗത്തും ആയിരിക്കും. അതിൻ്റെ സ്ട്രെങ്തിനെ ഒന്നും മാറ്റാൻ പറ്റാൻ പറ്റില്ല, ഫിക്സഡ് സ്ട്രെങ്ത് ആയിരിക്കും. അതുപോലെ ഇതിനൊന്നും മാറ്റം പറ്റാൻ പറ്റില്ല, ഫിക്സഡ് പോളുകളും ആയിരിക്കും. പോൾസിനും ഒരു ചേഞ്ചും വരുത്താൻ പറ്റില്ല. പക്ഷെ നമ്മളൊരു ബാർ മാഗ്നറ്റ്, ഒരു ഇലക്ട്രോ മാഗ്നറ്റ് എടുക്കുവാണ്, ഒരു കമ്പിച്ചുറിലൂടെ കറണ്ട് കടത്തി വിട്ടിട്ടാണ് ഒരു മാഗ്നറ്റ് ഉണ്ടാക്കുന്നതെങ്കിൽ കമ്പിച്ചുറിന്റെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് മാഗ്നറ്റിന്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാം, അതിലൂടെ കടന്നു പോകുന്ന കറണ്ടിന്റെ അളവ് കൂട്ടിക്കൊണ്ട് വർദ്ധിപ്പിക്കാം. ഇനി അത് മീൻസ് അതിന്റെ പൊളാരിറ്റി ചേഞ്ച് ചെയ്യാം. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, അത് നോർത്ത് പോൾ ആയിരിക്കും. ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് കറണ്ട് പോകുന്നതെങ്കിൽ അത് സൗത്ത് പോൾ ആയിരിക്കും. സോ മാഗ്നറ്റിക് എഫക്റ്റ് അതുമൂലം അല്ലെങ്കിൽ മാഗ്നറ്റിക് എഫക്റ്റ് കൊണ്ട് വർക്ക് ചെയ്യുന്ന കുറച്ച് ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ്. Then the first heading, different type of magnet. First one permanent magnet, second one electromagnet. ഓരോന്നിന്റെയും പ്രത്യേകത ക്ലിയർ ആയോ പറഞ്ഞത്? ഹലോ, പറഞ്ഞ ക്ലിയർ അല്ലേ? അതൊന്നുകൂടെ പറയാം. ക്ലോക്ക് വൈസ് ആണ്. അപ്പൊ നോർത്ത് എന്നെ എങ്ങനെയാണ് നമ്മൾ എഴുതണേ? ഇങ്ങനെ എഴുതി ഇവിടെ തീരും അല്ലേ. തീരുന്നിടന്ന് ബാക്കി അങ്ങോട്ട് വരയ്ക്കുക, തീരുന്ന ഡയറക്ഷൻ. അപ്പൊ ഇതാ ഇങ്ങനെ വരയ്ക്കാം. അപ്പൊ ഇത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ.
ഒരു കറണ്ട് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ എങ്കിൽ ദാറ്റ് ഈസ് നോർത്ത് പോൾ. ഇനി എസ് എഴുതി തീരുമ്പോ ഇങ്ങോട്ടാണ് വന്നുകൊണ്ടിരുന്നത്, അതിലെ തന്നെ ചുറ്റി എടുത്തോണ്ട് വന്നു. അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ഇതിന്റെ കറണ്ട് ഫ്ലോയുടെ ഡയറക്ഷൻ ഈസ് ഇൻ ക്ലോക്ക് വൈസ്. സോ ദാറ്റ് ഈസ് സൗത്ത് പോൾ. അപ്പം ഇതിനെ നമ്മൾ പെർമനന്റ് മാഗ്നറ്റ് എന്ന് പറഞ്ഞല്ലേ. അപ്പൊ ഇലക്ട്രോ മാഗ്നറ്റിനെ വിളിക്കുന്ന പേര് ടെമ്പററി മാഗ്നറ്റ്. അവർ പോയിന്റേ പറയാനുണ്ടായിരുന്നുള്ളൂ. ഇലക്ട്രോ മാഗ്നറ്റ് ഈസ് എ ടെമ്പററി മാഗ്നറ്റ്. അതായത് കറണ്ട് കടത്തി വിടുമ്പോൾ മാത്രം അത് മാഗ്നറ്റ് ആയിരിക്കും. കറണ്ട് കടത്തി വിടാത്തപ്പോൾ അതൊരു വെറും ഒരു കമ്പിച്ചുരുളായിട്ട് അങ്ങനെ. സോ അങ്ങനെ വ്യത്യാസം ഇനി അങ്ങനെ ചോദിച്ചാൽ വാട്ട് ഈസ് മീൻ ബൈ പെർമനന്റ് മാഗ്നറ്റ് ആൻഡ് ടെമ്പററി മാഗ്നറ്റ് എന്ന് ചോദിച്ചാൽ ടെമ്പററി മാഗ്നറ്റ് ആണ് ഇലക്ട്രോ മാഗ്നറ്റ് എന്നുള്ളത് ഓർത്തേക്കണം. ഞാനിപ്പം നേരത്തെ ചോദ്യങ്ങൾ നോക്കിയപ്പോൾ അതിനകത്ത് അങ്ങനെ കണ്ട്, അതാണ് ഇടയ്ക്കൊന്ന് കയറി പറഞ്ഞത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ആണെങ്കിൽ അത് ടെമ്പററി മാഗ്നറ്റ് ആണ്. ടെമ്പററി. അതുപോലെ കറണ്ടിന്റെ ഫ്ലോയുടെ ഡയറക്ഷൻ അനുസരിച്ച് പോൾ മാറ്റപ്പെടും. ദാറ്റ് മീൻസ് ദ പൊളാരിറ്റി എന്ന് പറഞ്ഞാൽ മതി, അല്ല ബ്രാക്കറ്റിൽ വേണമെങ്കിൽ നോർത്ത് ആൻഡ് സൗത്ത് പോൾസ് കൊടുത്തരും. ഈസ് ഡിപ്പെൻഡ്സ് ഓൺ ദ direction of flow of current. ഇനി ഇതെങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് പറയണേ. ഇപ്പം ഒരു കറണ്ടിന്റെ ഡയറക്ഷൻ ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് മാഗ്നറ്റിക് കോമ്പസ്. കണ്ടിട്ടുണ്ടോ മാഗ്നറ്റിക് കോമ്പസ്? മാഗ്നറ്റിക് കോമ്പസ് ഇങ്ങനെ ഒരു ചില്ലിൻ്റെ ഇതുള്ള ഒരു ഗോൾഡ് നിറത്തിലേക്ക് ഒരു ഡയൽ പോലെ, വാച്ച് പോലെ ഇരിക്കും. അതിനകത്ത് ഇങ്ങനൊരു ട്രയാങ്കിൾ ഷേപ്പ് പോലെ ഇങ്ങനെയുള്ളൊരു സൂചി കാണും. അതിൻ്റെ ഒരറ്റം എപ്പോഴും നോർത്ത് പോളിലേക്കും ഒരെൻഡ് എപ്പോഴും സൗത്ത് പോളിലേക്കും ആയിരിക്കും നിൽക്കും. മറ്റ് രണ്ടെണ്ണം അപ്പോൾ ഈസ്റ്റും വെസ്റ്റും ആയിരിക്കും. അപ്പോൾ ഇവിടെ ഒരു മാഗ്നറ്റിന്റെ നോർത്ത് പോൾ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഏതായിരിക്കും ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യപ്പെടുന്നത്? സൗത്ത്. അപ്പം നമ്മൾ ഇവിടെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ആരോ ഇങ്ങോട്ടിരിക്കുന്നത് സൗത്ത് പോൾ ആയിരിക്കും. അപ്പൊ ഇങ്ങനെ വേണേൽ ചോദിക്കാം. ഇപ്പൊ ഒരാളിങ്ങനെ പറഞ്ഞു, വേറെ ആളിങ്ങനെ പറഞ്ഞു, ആ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഡു യു അഗ്രി വിത്ത് ഇറ്റ്? എങ്ങനെ നമുക്ക് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാം, അല്ലെ ഡയറക്ഷൻ വ്യത്യാസം ഉണ്ടെന്ന് പറയാം? By the help of a magnetic needle. So, if the pole is north, then the south direction of south. Okay. When an electromagnetic is bringing contact with a magnetic compass, then the south pole of the compass is attracted to the north pole of the magnet, or vice versa. Or here, the south pole of the compass attracted to the north pole of the magnet. ഇനി അത് പറയുന്ന ഒരു എക്സാമ്പിളും അതിൻ്റെ ചോദ്യങ്ങളുമാണ് അടുത്ത 2 പേജുകൾ 34-ലും 35-ലും കൊടുത്തിരിക്കുന്നത്. 34-ൽ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്:
ഇവിടെ ഒരു പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് ഇങ്ങനെ ഒരു ബാറ്ററി കൊടുത്ത് സ്വിച്ച് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മളങ്ങ് ഓർത്താൽ മതി. കറണ്ടിന്റെ ഡയറക്ഷൻ മാറ്റുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ കറണ്ട് ഇങ്ങോട്ടാണോ ഒഴുകുന്നത് ഇങ്ങോട്ടാണോ ഒഴുകുന്നത്? കറണ്ട് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടാണോ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലാണോ ഒഴുകുന്നത്? കറണ്ട് ഫ്ലോ എപ്പോഴും പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കായിരിക്കും. ഇങ്ങനെയായിരിക്കും കറണ്ടിന്റെ ഫ്ലോ. അപ്പോ അതെങ്ങനെയാന്ന് ചോദിച്ചാല് ഇവിടെ ഇലക്ട്രോൺ നെഗറ്റീവിൽ നിന്ന് ഇങ്ങോട്ടാണ് ഒഴുകണേ അല്ലേ? ഇലക്ട്രോൺ ഇങ്ങോട്ടാണ് ഒഴുകണം. നെഗറ്റീവിലാണ്, നെഗറ്റീവ് ബാറ്ററി നെഗറ്റീവ് ഇവിടെയാണെങ്കിൽ അവിടെ ഇലക്ട്രോൺ ഇരിക്കും. ഇലക്ട്രോൺ ഇങ്ങനെ ഒഴുകി 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 ഇങ്ങോട്ട് പോകും. സോ ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺ ഈസ് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് കറണ്ട്. അതാണ് ഞാൻ പറയാൻ കാരണം. അപ്പം ഇവിടെ ഇലക്ട്രോൺ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ട് പോവുകയാണെങ്കിൽ കറണ്ട് എങ്ങോട്ടായിരിക്കും പോണത്? പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക്. അപ്പം ഇവിടെ പടത്തിൽ കാണിച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു കേസിൽ ഞാൻ ഇവിടെ ഒരു മാഗ്നറ്റിക് നീഡിൽ കൊണ്ടുവന്നു. അപ്പോൾ മാഗ്നറ്റിക് നീഡിലിന്റെ വെസ്റ്റ് ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യപ്പെട്ടു. അല്ലെങ്കിൽ നമുക്ക് നോർത്തിന്റെയും സൗത്തിന്റെയും ടൈമിൽ പറയാം, കുറച്ചുകൂടി എളുപ്പം കിട്ടും. ഇവ നമ്മുടെ മാഗ്നറ്റിന്റെ നോർത്ത് പോൾ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യപ്പെട്ടു, സൗത്ത് പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് മാറിപ്പോന്നു, നോർത്ത് പോൾ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യപ്പെട്ടു എന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ ഇത് തന്നെയാണ് താഴത്തെ ഓരോന്നിലും ചോദിക്കുന്നത്. കറണ്ടിന്റെ ഫ്ലോ എവിടുന്ന്? ഇവിടെ ഒരു പോയിന്റ്, നമുക്ക് ഇവിടെ ഒരു പോയിന്റ് എ എന്ന് ഇവിടെ ഒരു പോയിന്റ് ബി എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രോണിന്റെ ഫ്ലോ എവിടുന്ന് എങ്ങോട്ട്? ബിയിൽ നിന്ന് എയിലേക്ക്. കറണ്ടിന്റെ ഫ്ലോ എങ്ങോട്ട്? എ ടുവിൽ നിന്ന് ബിയിലേക്ക്. ഇവിടെ ഏതാണ് അട്രാക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്? നോർത്ത് പോളാണ്. അങ്ങനെയെങ്കിൽ ഈ കറണ്ടിന്റെ ഫ്ലോ നമ്മൾ മാറ്റുക, ഡയറക്ഷൻ മാറുമോ എന്നറിയാം. ചെയ്ത് നോക്കിയാൽ ഇത് അറിയാൻ പറ്റുള്ളൂ. നെഗറ്റീവ് ഇവിടെ ആക്കി, പോസിറ്റീവ് ഇവിടെ ആക്കി, നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ്. സ്വിച്ച് വീണ്ടും കൊടുത്ത് സെയിം എ ടു ബി തന്നെ. ഇവിടെ എങ്ങോട്ടായിരിക്കും ഇലക്ട്രോണിന്റെ ഫ്ലോ? ഇലക്ട്രോൺ ഫ്ലോ ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ്. ഇതിലേ വന്ന് സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഇതിലേക്ക് ഇറങ്ങി ഇവിടെ വരും. മുമ്പേ പറഞ്ഞ പോലെ കറണ്ടിന്റെ ഡയറക്ഷൻ പക്ഷെ ഓപ്പോസിറ്റ് ആയിരിക്കും. പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടായിരിക്കും. സോ ഇലക്ട്രോണിന്റെ ഫ്ലോയ്ക്ക് ഓപ്പോസിറ്റ് ആയിരിക്കും കറണ്ടിന്റെ ഫ്ലോ. പക്ഷേ ഇവിടെ കറണ്ട് എങ്ങോട്ടായിരുന്നു? ഇങ്ങനെ ഒഴുകിയല്ലേ. പക്ഷെ ഇവിടെ കറണ്ട് എങ്ങനെയാ ഒഴുകണേ? ഇങ്ങോട്ടാണ്. ഇപ്പൊ നമ്മൾ മുമ്പേ ഒരു കേസിൽ നേരത്തെ പറഞ്ഞായിരുന്നു, ക്ലോക്ക് വൈസ് ആണെങ്കിൽ സൗത്ത് പോളും ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ നോർത്ത് പോൾ ആകും എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതാണ് കൃത്യം പോളെന്നും അങ്ങനെയൊന്നും പറയുന്നില്ല. ഇവിടെ അപ്പൊ എന്നാ പറ്റും? ഇതിന് കൃത്യം ഓപ്പോസിറ്റ് ആണെങ്കിൽ അതിന് കൃത്യമായ ഓപ്പോസിറ്റ് ആയ മാഗ്നറ്റിക് നീഡിലിന്റെ അട്രാക്ഷൻ ഇവിടെ സംഭവിക്കും. അപ്പം സൗത്ത് ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും, നോർത്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറിപ്പോവും. ഇവിടെ നോർത്ത് അങ്ങ് ചെല്ലുമായിരുന്നു, സൗത്ത് മാറിപ്പോവായിരുന്നു. ഇവിടെ സൗത്ത് അങ്ങോട്ട് അട്രാക്ട് ചെയ്യും, നോർത്ത് അവിടുന്ന് റിപ്പൽ ചെയ്യും. സോ ആക്ച്വലി ദിസ് ഈസ് ആൻ ഇലക്ട്രോമാഗ്നറ്റിക് ഓർ ഡയറക്ഷൻ. ഇതനുസരിച്ചാണ് നമ്മൾ പറയുന്നത് ഒരു കണ്ടക്ടറിന് ചുറ്റും, ഇതൊരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറാണ്, ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റും കണ്ടക്ടർ around a current carrying conductor, a magnetic field is formed and it exerts a force. ഇതൊരു ഫോഴ്സ് ഈ കോമ്പസിന് കൊടുക്കും, അതുകൊണ്ടാണ് ഇത് റൊട്ടേറ്റ്. ആൻഡ് ഇറ്റ് എക്സേർട്ട് എ ഫോഴ്സ്.
on the magnetic compass. And the rotation of the magnetic compass depends on the direction of flow. അപ്പം കറണ്ട് ഒഴുകുന്നതിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡിന് ഒരു ഡയറക്ഷന് വ്യത്യാസം ഉണ്ടാകും. ഒരു ഓപ്ഷൻ ചോദ്യം ഇങ്ങനെ ആയിരിക്കും, ഉണ്ടാകുമോ ഇല്ല ഉണ്ടാകാതിരിക്കുമോ? അപ്പം ഉണ്ടാകും. അതിന് ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു എന്നാ പറയണേ, ഒരു ഇലക്ട്രിക്കൽ എക്സ്പെരിമെന്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പടം വരച്ചങ്ങ് എഴുതിയാൽ മതി. നിങ്ങൾ ഒരു മാഗ്നറ്റ് കൊണ്ടുവരിക. അപ്പം ഇതിപ്പോൾ ക്ലോക്ക് വൈസിലാണ്, ആന്റി ക്ലോക്ക് വൈസിൽ പോകുമ്പം നോർത്ത് പോൾ ഇങ്ങ് വന്നു കഴിഞ്ഞാൽ ക്ലോക്ക് വൈസ് ആണെങ്കിൽ സൗത്ത് പോൾ അങ്ങ് വരും. അപ്പം വ്യത്യാസം ഒന്ന് പറഞ്ഞാൽ മതി. ദാറ്റ് മീൻസ് when the polarity is changed or when the direction of flow of current is varied, the polarity of the magnet ഉണ്ടാകുന്ന polarity of the electromagnet is also varied. ഇതാണ് നമ്മളിപ്പോൾ ചെയ്ത ഈ ഇലക്ട്രിക്കൽ എക്സ്പെരിമെന്റിന് നമുക്ക് കിട്ടുന്ന റിസൾട്ട്. റോസ്മേരി ഒരു എക്സാമ്പിൾ ആണ് പറഞ്ഞത്, അതായത് ചെയ്യാൻ വേണ്ടി നോർത്ത് പോളും സൗത്ത് പോളും അല്ലെങ്കിൽ ഡയറക്ഷൻ അനുസരിച്ച് ഇത് മാറും എന്നുള്ളൊരു എക്സാമ്പിൾ. ഇത് വരച്ചിങ്ങനെ ഒരു എക്സ്പെരിമെന്റ് ആയിട്ട് എഴുതാൻ പറ്റുമല്ലോ? സംശയമൊന്നുമില്ലല്ലോ, എഴുതിയെടുക്കാലോ? ഓക്കെ. അപ്പം ഇത് നമ്മളുടെ കീ ഇതിട്ട ഓൺ ആകും. ബാറ്ററി കൊടുത്തിരിക്കുന്ന ഇത് തെളിഞ്ഞെന്നറിയാൻ വേണ്ടി ഒരു ലൈറ്റ് എന്താണ്ട് കൊടുത്തേക്കുന്നു. ഇത് നമ്മുടെ മാഗ്നറ്റിക് കോമ്പസ്. നോക്കാം. നമ്മളൊരു കാർഡ്ബോർഡ് ട്രേ എടുത്തു, ഇവിടെ ബാറ്ററി കൊടുത്തു, ഒരു ബൾബ് കൊടുത്തു, കോമ്പസ് വെച്ചു, ഒരു കീ കൊടുത്തു. നമ്മളിപ്പോൾ പുസ്തകത്തെ വരച്ച പടം തന്നെ. ഇവിടെ ഇതിനകത്ത് തന്നെ കെട്ടിവെച്ച് കൊടുത്തന്നേ ഉള്ളൂ. കണ്ടോ, കറണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ഒഴുകണേ, കണ്ടോ? ഇത് നേരെ ഇരുന്ന് ഇങ്ങോട്ട് മാറി നീല ഇങ്ങോട്ട് വന്നു, കണ്ടോ? 0 നിന്ന് നീല ഇങ്ങോട്ട് വന്നു, കെടുത്തി ഇപ്പൊ ഒറിജിനലായി. അത് തന്നെ വീണ്ടും കാണിക്കണേ. ഇത് കണ്ടോ, കൂടുതൽ ഡിഫ്ലക്ട് ചെയ്ത് ബാറ്ററിയുടെ എണ്ണം കൂട്ടി, കണ്ടോ? അപ്പം കൂടുതലായിട്ട് നീല അങ്ങോട്ട് വളഞ്ഞു. ഇനി ഈ വീഡിയോയിൽ ഇത്രയും പറയുന്നുള്ളൂ. ഇനി തിരിച്ച് നമുക്കൊരു കാര്യം കൂടെ പറഞ്ഞു. ഈ ബാറ്ററി തിരിച്ചു കൊടുത്താൽ എന്നാ പറ്റും? കറണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ഒഴുകും. കറണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ഒഴുകുമ്പം ഈ നീല സൂചി ഇങ്ങനെ ഇരുന്ന് നീല അങ്ങോട്ട് ഡിഫ്ലക്ട് ചെയ്യും. റോസ്മേരി ഇവിടുന്ന് ഈ വശത്തോട്ട് ഈ ഓപ്പോസിറ്റ് സൈഡിലോട്ട് റൊട്ടേറ്റ് ചെയ്യും. ഇത്രയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ക്ലിയർ അല്ലേ? അത് ആ ഫിഗർ വരയ്ക്കുന്നതിനകത്ത് താഴെ കണ്ടോ, അതിനകത്ത് പേജ് നമ്പർ 34 നോക്കിയാലും ഒരു മാഗ്നറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പസ് തിരിച്ച് വരച്ചിട്ടുണ്ട്. ഇതാണ് ആക്ച്വലി ഒരു മാഗ്നറ്റിക് കോമ്പസ്. ഇതാണ് നമ്മളിവിടെ പറഞ്ഞ ഇത് കണ്ടോ, ബാറ്ററിയുടെ കറണ്ട് വരുന്നതിൻ്റെ അളവ് കൂട്ടിക്കഴിഞ്ഞാൽ ഇത് കൂട്ടാം. ഇവിടെ ഒരു കമ്പിച്ചൂറിലുണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് ഇത് കൂട്ടാൻ പറ്റും. സോ മാഗ്നറ്റിക് കോമ്പസ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ദ ഡയറക്ഷൻ ഓഫ് എ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ആൻ ഇലക്ട്രോമാഗ്നറ്റ്. അപ്പം അത് ഒരു ഡയറക്ഷനിലേക്ക് കറണ്ട് ഒഴുകുമ്പം സൂചി വലത്തേക്കാണ് ഡിഫ്ലക്ട് ചെയ്യുന്നതെങ്കിൽ തിരിച്ച ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യുമ്പം സൂചി ഇടത്തേക്ക് ഡിഫ്ലക്ട് ചെയ്യും. ക്ലിയർ അല്ലേ?